നശിച്ച പെണ്ണിന് എങ്ങനെ ഇരിക്കുന്നോ എന്തോ. ആർക്ക്? ആ ചെല്ലമ്മയ്ക്ക്. ഒലഞ്ഞു പോട്ടെ. ചെറുക്കനോട് ചോദിച്ചാൽ അറിയാം. എന്താടാ കൊച്ചുരാമ, ചെല്ലമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ടോ? 2 ദിവസത്തിനാവും വരും. വരട്ടെ, ഇവിടുന്ന് ഇറക്കി വിടണം. നാട്ടിന് മുഴുവൻ പേര് ദോഷം ഉണ്ടാക്കിയ മൂത്തയും. തള്ളേ, കട്ടില് കയറി ഇരിക്കണ്ട. നിങ്ങൾക്ക് നാളെ വീട്ടിൽ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. നോയിക്കൊണ്ടിരിക്കാതെ വട്ടി ഇങ്ങോട്ട് തരാൻ. എന്നാ കായിട്. എന്തടി കാർത്തി, നിന്റെ ചുന്നരിച്ചല്ലമ്മയുടെ മാപ്പിള വന്ന? എന്തോ ഞാൻ അന്വേഷിച്ചില്ല. പിന്നെ ആരാണിപ്പം ചെലവിന് കൊടുക്കണത്? മേസ്തിരി തന്നെ. അമ്മോക്ക, നിങ്ങൾ നിങ്ങളുടെ വാർഡ് നോക്കിപ്പോയി ചുമ്മാ ദൈവദോഷം കിട്ടണ വർത്താനം പറയാതെ. എന്നാലും കുറെ കടുപ്പം തന്നെ ഉള്ള കാര്യം. ആദ്യൊരു തുലുക്കരെ പിടിച്ചു, പിന്നൊരു നാസ്രാണിയെ. ഇവൾക്ക് ഇതിപ്പേതം വല്ല ആറ്റിലോ കുളത്തിലോ ചടിച്ചാകരുതോ. ഇത് പറയേണ്ടത് അമ്മോക്കൻ തന്നെ. അമ്മോക്കന്റെ മുണ്ടുകട എങ്ങനെ നടന്നെന്നും വാസുകൊണ്ടൻ അധികാരി ഏമാൻ എത്ര രൂപ കൊടുത്തെന്നും ഒക്കെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഓ, അറിയാമെങ്കിൽ കാര്യമായിപ്പോയി. അല്ലെങ്കിൽ നീയൊക്കെ അവളുടെ ഒട്ടയം പൊടി നിന്ന് ജീവിക്കുന്നോളല്ലേ. അക്ക, ഒന്നവിടെ നോക്കിയേ. ചുടലത്തങ്ങ് നിറച്ചു കായ്ക്കുന്നുണ്ട്. എവിടെടി? ഇവിടെ കന്നി കായ്ക്കുന്ന കരിക്ക് ഒരെണ്ണം നമുക്ക് തന്നെ കുടിക്കണം. ചെല്ലമ്മ, മേസ്തിരി വരുന്നുണ്ട്. എന്ത് വള്ളിയാക്ക, ഇന്ന് ചന്തയിലൊന്നും പോണില്ലേ? ചന്തയിൽ പോണം. അപ്പൊ ചെല്ലമ്മയോ? 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞു. ഇനിയെങ്കിലും മാനം മര്യാദയ്ക്കൊക്കെ നടക്കാൻ പറയണം. ഇല്ലെങ്കിൽ എല്ലാത്തിന്റെ മുട്ടടിച്ചൊടിച്ച് വിടരും. പറഞ്ഞേക്കാം. ഞാനും ഇറങ്ങണിയല്ലമ്മ. അയ്യോ മുതലാളി, അയ്യോ മുതലാളി, ഈ നേരത്ത് എന്തൊരു പറ്റിയേ? എന്തിനു പറ്റിയെന്ന്? അല്ല, ഇത് എന്തിനു മുതലാളി കൂടുതല്? ഇതൊന്നും വേണ്ടായിരുന്നു. എനിക്കറിയാമല്ല വേണമെന്ന്. 2-3 മാസം ആയില്ലേ കടയിലും തുറയിലും ഒക്കെ പോയിട്ട്. കൊച്ചിരാമൻ പോന്നുണ്ട്, അവൻ എല്ലാം വാങ്ങിച്ചോണ്ട് വരും. ഏതായാലും ഇരിക്കട്ടെ, കൊണ്ടുവന്നില്ലേ? ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോഴും മുതലാളിക്ക് ഒരുപാട് കാശ് ചെലവായി. പിന്നെ കാശെന്തിന്? ചെലവാക്കാനല്ലേ? ആടിന്റെ വിലയും ഇതുവരെ തരാൻ ഒത്തില്ല. ചെല്ലമ്മയ്ക്ക് അത്ര വിഷമമാണെങ്കിൽ നമ്മൾ തിരിച്ചു കൊണ്ടുപോയിക്കോളാം. അയ്യോ, അതുകൊണ്ടല്ല മുതലാളി. ഇങ്ങനെ കടം വാങ്ങിച്ചിട്ടാൽ എന്നെ കൊണ്ട് തിരിച്ചു തരാൻ ഒക്കില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ല മുതലാളി തരാൻ, ഒന്നുമില്ല തരാൻ. അപ്പോഴേ ചെല്ലമ്മയ്ക്ക് നമ്മളുടെ ഇഷ്ടമുണ്ട്. എന്ന് നമുക്ക് ഒരുപാട് ചായ ലഭിച്ച ചെല്ലമ്മയുടെ കയ്യിൽ നിന്നൊരു ചായ കുടിക്കണമെന്ന് നമ്മൾ കുറെ നാളായിട്ട് ആശിക്കുന്നു. പഞ്ചാരിയും തേയിലപ്പൊടിയൊക്കെ നമ്മൾ തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അവിടെ പിടിക്കുന്നേ വേഗം ചെല്ലേ.
മുതലാളി ഉപദ്രവിച്ചില്ല മുതലാളി. മുതലാളി ഞാൻ വിചാരിച്ചു മുതലാളി എന്റെ ഉടപ്പിറന്നവനാണെന്ന്. ദൈവത്തോത്തിന് ഉപദ്രവിച്ചില്ല മുതലാളി. ചെല്ലമ്മ, ആരാടി ഇവൻ? ഇവൻ ആരാണെന്ന് എന്റെ ഉടപ്പിറന്നു. മിണ്ടിപ്പോകൻ. നീ ആരാ ചോദിക്കാൻ? ആരും ആകട്ടെ, തൊട്ടുപോകുന്നാണ് പറഞ്ഞു. ഇറങ്ങാൻ അയ്യോ അരുതേ. അയ്യോ അയ്യോ വേണ്ട. അയ്യോ 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 ഈശ്വരാ. അയ്യോ അയ്യോ വിടത്തില്ല. ഞാനോ വിടത്തില്ലെന്ന് പറയില്ല. താനാണ് എന്റെ അച്ഛനോ? വിടത്തില്ല. ഞാനോ സീത പിറന്നു, ലങ്ക മുടിഞ്ഞു. കുറെ കടുപ്പമായി പോയി. വാ വാ. ഇവിടെ നിന്നാല് സാക്ഷി പറയേണ്ടതായിട്ട് വരും. ചെല്ലമ്മ, ചെല്ലമ്മ, ഇച്ചിരി വെള്ളം, ഇച്ചിരി വെള്ളം. ചെല്ലമ്മ, ഇച്ചിരി വെള്ളം. ചെല്ലമ്മ, ചെല്ലമ്മ, ഇച്ചിരി വെള്ളം, ഇച്ചിരി വെള്ളം. അയ്യോ, തൊണ്ട പൊട്ടാറായി. ചെല്ലമ്മ, ഇച്ചിരി വെള്ളം. ചെല്ലമ്മ, ഇച്ചിരി വെള്ളം. അയ്യോ, ചെല്ലമ്മ.